കൊച്ചുനാളിലെ ഓണത്തിൻ്റെ ആദ്യം വരുന്ന ഇതാണ് അവധി വരിക, നാട്ടിൽ പോവുക, അങ്ങനെ എല്ലാവരുമായിട്ടൊരു കൂടിച്ചേരൽ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി എന്ന നിലയിൽ അധികാരം ഏറ്റെടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഓണം എത്തുമ്പോൾ വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ അതിനെ ഞങ്ങൾക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കവിതകൾ പാടിത്തരാറുണ്ടോ? എഴുതി തന്നിട്ടുണ്ട് വളരെ പണ്ട്. അന്ന് കൊടുത്ത കവിതയുടെ 4 വരികൾ ഓർമ്മയിലുണ്ടെങ്കിൽ. ഇന്നത്തെ നമ്മളുടെ അതിഥി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനില അനൂപുമാണ് ഇന്നത്തെ നമ്മളുടെ അതിഥി. നമസ്കാരം. ഓണം നാളുകളാണ്. ഓണം നാളുകളിൽ ആദ്യം തന്നെ ആദ്യത്തെ ഓണ ഓർമ്മകൾ എങ്ങനെ, കുട്ടിക്കാലത്തെ ഒരു ഓണ ഓർമ്മകൾ എങ്ങനെയാണെന്നൊന്ന് പറയൂ. ഓണത്തിൻ്റെ ഓർമ്മകൾ, ഓണത്തിൻ്റെ അവധി തന്നെയാണ് ഹൈലൈറ്റ്. എപ്പോഴും സ്കൂളുകൾക്ക് കിട്ടുന്ന അവധിയാണല്ലോ ഓണത്തെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ആദ്യത്തെ സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം അതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓണാവധി എന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങളും ഓണം ആഘോഷിക്കുന്നത് ഓണാവധി, സ്കൂളുകളുടെ അവധി നോക്കി തന്നെയാണ് ഇപ്പോഴും ഓണത്തിൻ്റെ ആഘോഷം. കൊച്ചുനാളിലെ ഓണത്തിൻ്റെ ആദ്യം വരുന്ന ഇതാണ് അവധി വരിക, നാട്ടിൽ പോവുക, അങ്ങനെ എല്ലാവരുമായിട്ടൊരു കൂടിച്ചേരൽ, അങ്ങനെയൊക്കെയുള്ള നല്ല സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും അതൊക്കെ എപ്പോഴും ഹൃദ്യമായ അനുഭവങ്ങൾ തന്നെയാണ് ഓണത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ. പിന്നെ ഓണത്തിനുള്ള ഒരു സദ്യ ഉണ്ടല്ലോ, അതൊക്കെ ഇന്നും അത് തന്നെയാണ് ഓണത്തിൻ്റെ സന്തോഷം. ഓണത്തിൻ്റെ ഹൈലൈറ്റും സന്തോഷം ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. കുഞ്ഞുനാൾ മുതൽ ജേക്കബ് സാറ് മന്ത്രിയായിരിക്കുന്ന സമയം മുതൽ തന്നെ തിരക്കൊരു വലിയ, വീട്ടിലെപ്പോഴും തിരക്കായിരിക്കും, ആളുകളായിരിക്കും. അപ്പോഴും ഈ ഇത്തരം ആഘോഷങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അന്നത്തെ കരുത് അത് ഡീൽ ചെയ്തു പോയി? ഫാദറിൻ്റെ സമയത്ത് അച്ഛൻ നിർബന്ധമായിട്ട് ഓണത്തിന് ഒരു ടൈം മാറ്റി വെക്കും. ഓണത്തിൻ്റെ 1-2 ദിവസങ്ങൾ നിർബന്ധമായിട്ട് മാറ്റി വെക്കുമായിരുന്നു. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതെപ്പോഴും ചിലപ്പോൾ യാത്രകളൊക്കെ പോകും, ചെറിയ യാത്രകളൊക്കെ ഓണാവധിയുള്ളപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കൂൾ അവധിയാണല്ലോ, അവിടെയൊക്കെ എവിടെയൊക്കെ പോകാൻ കഴിയുന്ന അങ്ങനെയുള്ള യാത്രകൾ. പിന്നെ ഓണത്തിന് ഒരുമിച്ചിരിക്കുക എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹം എടുക്കാറുണ്ട്. ഈ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, തിരക്കുള്ള അച്ഛന് മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന്. അന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ കുഞ്ഞുകാലത്ത്? അച്ഛനെ ഫീൽ ചെയ്യാറില്ല. പിന്നെ അച്ഛന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ എപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പം അത് ആദ്യത്തെ ഓർമ്മയിൽ തന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നീട് അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പോൾ അമ്മ തന്നെയാണ് എല്ലാം നോക്കുന്നത്. അപ്പോൾ ആ ഒരു ടേക്ക് കെയറിങ്ങിൽ അങ്ങനെ അങ്ങ് പോകും. സോ ദാറ്റ്സ് ടേക്കൺ കെയർ ഓഫ്. അച്ഛൻ്റെ തിരക്കിൻ്റെ ഒരു പ്രശ്നം കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ വരാറില്ല. അമ്മ തന്നെയാണത് സ്വാഭാവികമായിട്ടും. രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായിട്ട് വന്നതിന് ശേഷം അച്ഛൻ്റെ ഒപ്പം തന്നെ, പാർട്ടിക്കൊപ്പം തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, യൂത്തിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇപ്പം മത്സര രംഗത്തേക്ക് വന്നപ്പോൾ ആ മത്സരം കടുത്തതായിരുന്നു. എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ഫീലിങ്സ്? എങ്ങനെയായിരുന്നു ആ മത്സരത്തിൻ്റെ ആ സമയത്ത് ആദ്യമായി മത്സരത്തെ ഫേസ് ചെയ്തൊരു? ആദ്യത്തെ മത്സരം വളരെ ക്രൂഷ്യലായ ഒരെണ്ണമായിരുന്നു. കാരണം ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ്റിന് തന്നെ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സീറ്റ് ജയിക്കുക എന്നുള്ളത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ മാത്രം ഒരു വിഷയമായിരുന്നില്ല. അത് UDFൻ്റെ തന്നെ ഒരു അനിവാര്യമായ വിജയമായിരുന്നു. എല്ലാ വിജയങ്ങളും അനിവാര്യമാണ്, പക്ഷേ ഇതൊരു ക്രൂഷ്യലാണ്. കാരണം ഈ സീറ്റ് ജയിക്കുക എന്നുള്ളത് ഗവൺമെൻറ് തുടർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു വലിയ സമ്മർദ്ദവും, ഒരു മുന്നണി, ഒരു ഭരണ സംവിധാനം നിരന്ന് മുമ്പോട്ട് പോവുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വവും ആ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ ഒരു സമ്മർദ്ദം വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വലിയ ടീം വർക്ക് അന്ന് കടന്നു വന്നു. അന്ന് ഉമ്മൻചാണ്ടി സാറ് തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭങ്ങൾ എല്ലാ കാര്യത്തിലുമൊക്കെ അദ്ദേഹം തന്നെ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു 2012 നല്ലൊരു വിജയം അന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. പിന്നെ അച്ഛനോടുള്ള വലിയൊരു താല്പര്യം അവിടെ പ്രതിഫലിച്ചിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ഇലക്ഷന് വോട്ട് ചെയ്യാൻ ചോദിച്ച് ചെല്ലുമ്പോൾ ഫാദറിനോടുള്ള താല്പര്യം ഇന്നും വളരെ ശക്തമായി അവിടെ നിൽക്കുന്നത് നേരിട്ട് അനുഭവപ്പെട്ട സന്ദർഭം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് പിറവു മണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ അച്ഛൻ്റെ ഒരു മണ്ഡലം, അതിനുശേഷം ഇപ്പോൾ അനൂപ് ജേക്കബിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് പിറവം. അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകുമല്ല. അത് തന്നെയാണ് ഈ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് അവിടെ.
ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDF അനുകൂല ഒരു തരംഗമുണ്ടായിരുന്നെങ്കിൽ പോലും അല്ലാത്തപ്പോൾ പോലും അവിടുന്ന് ജയിച്ചു വന്ന ആളാണ്. ആ മണ്ഡലത്തെ എങ്ങനെയാണെന്ന്, ആളുകളെ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അവിടെ പിറവത്ത് ഓരോ വ്യക്തികളുമായിട്ടുള്ള ഒരു അടുപ്പവും ബന്ധവും ഞാൻ എപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ശ്രദ്ധിച്ചു പോകുന്ന ഒരാളുമാണ്. എൻ്റെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ പ്രൊജക്ട്സ് വരെ ജനങ്ങളുമായിട്ടുള്ള വലിയ ആത്മബന്ധം തന്നെയാണ് എനിക്ക് കിട്ടുന്ന വിജയത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒരു അടിസ്ഥാന ഘടകം. രാഷ്ട്രീയാനുകൂല സാഹചര്യങ്ങളുണ്ട്, UDF ട്രെൻഡുണ്ട്, കഴിഞ്ഞ സർക്കാർ വിരുദ്ധ തരംഗമൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടാകുമ്പോഴും വ്യക്തിബന്ധം ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് എനിക്കെപ്പോഴും ലഭിക്കുന്നുണ്ട്. അതിൽ എനിക്കേറെ നന്ദിയുമുണ്ട് അക്കാര്യത്തിൽ. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ പ്രവർത്തിക്കാനും മുമ്പോട്ട് പോകാനും ഒക്കെ തന്നെയാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും എന്താണ് ജനം ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായി ഒരു മണ്ഡലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകീകരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പീപ്പിൾ ഫസ്റ്റ്, അതാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഞാൻ അതിൽ തന്നെയാണ് എപ്പോഴും അടിയുറച്ച് നിൽക്കുന്നത്. മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. അനൂപ് എപ്പോഴും അവൈലബിളാണ്. അതാണ് അവർ അനൂപിനെ എപ്പോഴും അവരുടെ വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ അടുത്തൊരാളെന്ന നിലയിൽ അനൂപിനെ അവിടെ കാണാം എന്നതാണ് മണ്ഡലത്തിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്കും നമുക്ക് ഇലക്ഷൻ സമയത്ത് പോലും ലഭിക്കുന്നത്. അത് അത്രത്തോളം കരുതുന്നത് കൊണ്ട് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. എപ്പോഴും ഞാനിപ്പോൾ തിരക്കുകൾ സ്വാഭാവികമായിട്ടും മറ്റൊരു തലത്തിലാണ് ഇപ്പോഴത്തെ തിരക്കുകൾ. എങ്കിലും ഞാൻ അത് സമയം കണ്ടെത്തി ഞാൻ മണ്ഡലത്തിൽ തന്നെ അവൈൽ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. മണ്ഡലത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി ചോദിച്ചാൽ, മണ്ഡലത്തിൻ്റെ ഒരു വികസനം എപ്പോഴും റോഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റോഡിൻ്റെ വികസനമുണ്ട്. മറ്റ് രീതിയിലേക്കുള്ള വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് പലപ്പോഴും മാറി വന്ന ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൂടി എത്തുമ്പോൾ അത്ര കണ്ട് ആളുകൾ ഒരു പ്രതീക്ഷ വെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വളരെ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ഈ ഭൂരിപക്ഷം അത് തന്നെയാണല്ലോ കാണിക്കുന്നത്. ജനങ്ങളുടെ ഭൂരിപക്ഷം കൂടാന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതീക്ഷ വളരെ വലുതാണെന്ന് തന്നെയാണ്. അത് ഒരു ചലഞ്ചും കൂടിയാണ്. പത്രവും ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വിജയിപ്പിക്കുമ്പോൾ അവരത്രമാത്രം പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവരത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നു. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയും കൂടിയാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും മീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്നെ സംബന്ധിച്ചുണ്ട്. കഴിഞ്ഞ 10 വർഷവും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമുക്ക് വാങ്ങാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ റോഡ് ഡെവലപ്മെൻറ്റ്സിനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. നിയോജകമണ്ഡലത്തിൽ ഏകദേശം ഒരു 75% റോഡുകൾ ഞാൻ നവീകരിച്ചിട്ട് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന 25% ഉള്ളത് ഞാനിപ്പോൾ ഈ ഒരു ടേമിനുള്ളിൽ അത് പൂർത്തിയാക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമാവുന്നില്ല, പുതിയ ഡെവലപ്മെൻറ്റ്സ് വേണം. ഇപ്പോൾ അവിടെ നമുക്ക് ബൈപ്പാസ് റോഡ്സിൻ്റെ ആവശ്യമുണ്ട്, ടൗണിൽ എക്സൈസ് കളവ് പാലത്തിൻ്റെ ആവശ്യമുണ്ട്, തിരുവാങ്കുളത്തൊരു ബൈപ്പാസിന് അനിവാര്യതയുണ്ട്, കൂത്താട് റിംഗ് റോഡിന്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രൊജക്ട്സ് എൻ്റെ മുന്നിലുണ്ട്. റവന്യൂ ടവേഴ്സ് പണിയേണ്ടതായിട്ടുണ്ട്, കൂത്താട്ടുള്ള മുളന്തുരുത്തി പോലുള്ള സ്ഥലങ്ങളിൽ. അവിടെ നഷ്ടപ്പെട്ടു പോയി ഇലക്ട്രോണിക്സ് പാർക്കുണ്ട്, അതെനിക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതാണ്. കാരണം ഒരു 10 വർഷത്തെ ഗ്യാപ്പ് വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റുട്ടീനായിട്ടുള്ള വികസന കാര്യങ്ങൾക്കുള്ള ഫണ്ട് തന്നത് ഒഴിച്ചാൽ മേജർ പ്രൊജക്ട്സിന് ഒന്നും തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ഒന്നും കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകളും നമുക്ക് നൽകിയിട്ടില്ല. അതെനിക്ക് മാത്രമല്ല, UDFൻ്റെ കഴിഞ്ഞ കാലത്ത് ഒരു MLA-മാർക്കും മേജർ പ്രൊജക്ട്സ് കൊടുത്തിട്ടില്ല. റുട്ടീൻ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, അത് തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതൊരു ബഡ്ജറ്റ് പ്രൊവിഷൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നായതുകൊണ്ട് കിട്ടും. ആ ഫണ്ട് വെച്ചാണ് നമ്മളിതെല്ലാം ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഞാൻ വലിയ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ 3rd ഫേസ് പിറവം കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അടക്കം വിവിധ തൊഴിലധിഷ്ഠിത പദ്ധതികൾ, വർക്ക് നിയർ ഹോം പോലുള്ള ആശയങ്ങൾ. അപ്പം അങ്ങനെ ഒന്നൊന്നായി ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ അതും ചെയ്തു തുടങ്ങി. ഇനിയിപ്പം മാമിലേക്ക് ഞാനിപ്പോൾ എത്താം. തീർച്ചയായിട്ടും ഇനിയിപ്പം പുതിയ 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത ആദ്യ ഓണമാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി എന്ന നിലയിൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ ഓണക്കാലങ്ങൾ ഒക്കെ വരുമ്പോഴേക്കും 3.25 കോടി ജനങ്ങളുടെ അന്നമൂട്ടുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എത്രത്തോളം വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ ഓണം പെട്ടെന്ന് അധികാരം ഏറ്റെടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഓണം എത്തുമ്പോൾ അത് വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ അതിനെ ഞങ്ങൾക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഗവൺമെൻറ് ചുമതലയേൽക്കുമ്പോൾ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം കർഷകരുടെ നെല്ലിൻ്റെ പൈസയുടെ കുടിശ്ശികയായിരുന്നു. അതൊരു 90% പൈസ ഞങ്ങൾ കൊടുത്തു തീർത്തു. ഇനിയൊരു 10% കൂടി കൊടുക്കാനുണ്ട്. അത് മാക്സിമം ഞങ്ങൾ മൊബിലൈസ് ചെയ്യാൻ. ഞാൻ ഇന്നും അതിൻ്റെ രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഓണമാണ്.
മുമ്പിൽ വരുമ്പം വെറും 2-2.5 മാസത്തിലുള്ള ഓണം വരുവാണ്, ഓണമായി. അപ്പോൾ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി, സാധനങ്ങളുടെ അവൈലബിലിറ്റി ഇല്ല, സപ്ലയേഴ്സ് പലതും രംഗത്തില്ല, കാരണം അവർക്ക് വലിയ കുടിശ്ശിക, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ അതിന് ഓണത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ വില കൂടാനുള്ള എല്ലാ സാധ്യതകളും അന്നേ ഞങ്ങൾ മുൻകൂട്ടി കണ്ടു, കാരണം ക്രോപ്പ് ലോസ് ഭയങ്കരമായിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉത്സവകാലമാകുമ്പോൾ അല്ലാതെ തന്നെ ഒരു വിപണിയിൽ വിലക്കയറ്റം ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന പ്രവണത എപ്പോഴും ഉള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചലഞ്ചസ് മുന്നിലുണ്ട്. പക്ഷേ എന്തായാലും വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഓണഫെയറുകൾ വളരെ നേരത്തെ ആരംഭിച്ചു. ഓഗസ്റ്റ് 8-ാം തീയതി തന്നെ ഞങ്ങൾ ഓണഫെയറുകൾ ആരംഭിച്ചു. വളരെ നേരത്തെ തന്നെ ട്രേഡ് ഫെയർസ് കൊടുത്ത് ജില്ലാ ഫെയറുകൾ ആരംഭിച്ചു. ഇപ്പോൾ കോൺസ്റ്റുവൻസി ഫെയർസ് ഏതാണ്ട് എല്ലായിടത്തും ആയിക്കഴിഞ്ഞു, നിയോജന ഫെയറുകൾ. ഒപ്പം തന്നെ മാവേലി സ്റ്റോറിൽ എല്ലാ സാധനവും അവൈലബിലിറ്റി ഉറപ്പുവരുത്തി. അതിന് ഞങ്ങൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ് 253 കോടി രൂപ വളരെ സ്പീഡിലായിട്ട് മുഖ്യമന്ത്രി വളരെ താല്പര്യമെടുത്ത് ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിലയിൽ തന്നെ 253 crores അടിയന്തരമായി കൊടുത്തു. ആ പൈസ വന്നതോടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ സപ്ലൈകോയുടെ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊക്യൂർമെൻറ്റ് അവരും ചെയ്തു. പിന്നെ ഞങ്ങൾ റേഷൻ കടയിലൂടെയുള്ള വിതരണവും ഈവൺ ആക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ സ്പെഷ്യൽ അരി കൊടുക്കാൻ സാധ്യതയില്ല, അതിനുള്ള പ്രൊവിഷൻസ് ഇല്ല. കാരണം കേന്ദ്രത്തിൻ്റെ അലോട്ട്മെൻറ്റ് 2026 ജനുവരി മുതൽ ടൈഡോർ വിധത്തിൽ മാറ്റം വന്നു, കുറവ് വന്നു. അപ്പോൾ അതാണ് സ്പെഷ്യൽ അരിയുടെ കുറവ് കണ്ടു. അപ്പോൾ സ്പെഷ്യൽ അരിക്ക് പകരം OMSS റേറ്റിലുള്ള അരി വാങ്ങാൻ തീരുമാനമെടുത്തത്. എല്ലാം വളരെ ക്വിക്കായിട്ട് ഞങ്ങൾ അതെല്ലാം ചെയ്തെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വിപണിയിൽ ഇന്ന് ഉണ്ടാകുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. 1,65,000 മെട്രിക് ടൺ അരി എല്ലാം ഞങ്ങൾ ഈ പൊതുവിപണിയിൽ എത്തിച്ചു. നോർമൽ റേഷൻ വീതം ഉൾപ്പെടെ സ്പെഷ്യൽ അരി, OMSS അരി, പിന്നെ സബ്സിഡി അരി ഉൾപ്പെടെ എല്ലാം ചേർത്ത് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത്രമാത്രം അലോട്ട്മെൻറ്റ് പൊതുവിപണിയിലേക്ക് എത്തിച്ചത് മാർക്കറ്റ് നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള കൺസ്യൂമർ ഫെഡ്, കൃഷി വകുപ്പിനോടനുബന്ധിച്ചുള്ള ഹോർട്ടികോർപ്പ് അവരും അവരുടേതായ നിലയിലുള്ള മാർക്കറ്റ് ഇടപെടൽ നടത്തുന്നു. അപ്പോൾ സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളും ഈ ഓണത്തിന് ഉണർന്ന് പ്രവർത്തിച്ചു. വലിയൊരു കോർഡിനേഷൻ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ലാതെ കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഈ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. അപ്പം അവിടെ പ്രധാനമായും നമ്മൾ അരിക്കും പച്ചക്കറിക്കും എല്ലാം തന്നെ എല്ലാവിധ ആഹാരങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ നേരിട്ട് ഹോർട്ടികോർപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിന് ഈ പറയുന്ന സാധനങ്ങൾ എത്തിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഇടനിലക്കാരുടെ ഒരു വലിയൊരു ഇടപെടൽ അതിനകത്തുണ്ട്. അത് ആളുകൾക്ക് ഇപ്പം കർഷകർക്ക് അതിൻ്റെ ഗുണം ലഭിക്കണമെന്നില്ല, ഈ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയുള്ള കർഷകർക്കും അതിൻ്റെ ഗുണം ലഭിക്കണമെന്നില്ല. ഇടനിലക്കാരുടെ ഒരു സ്വാധീനം, അതിനെ എങ്ങനെ നിയന്ത്രിക്കാനുള്ള എന്ത് നടപടികളാണ്? ഇതിൻ്റെ അകത്ത് അതൊന്ന് നമ്മുടെ സ്റ്റേറ്റിലല്ല ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അരിയുടെ നല്ലൊരു ശതമാനം നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ അപ്പോൾ അവിടുത്തെ കർഷകരിൽ നിന്ന് നേരിട്ട് നമുക്ക് പ്രൊക്യൂർ ചെയ്യുന്നതിന് നമുക്ക് പ്രായോഗിക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ അത് സപ്ലയേഴ്സാണ് അതിവിടെ എത്തിക്കുന്നത്. കോമ്പറ്റേറ്റീവ് ടെൻഡറിലാണ് ഈ സാധനങ്ങൾ മുഴുവനും സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ച് വിതരണം ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് ക്രോപ്പ് സീസണുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ടുള്ള തീരുമാനം ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആലോചനയിലാണ്. ഇപ്പം മുളക്, ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള പൾസസ്, അതെല്ലാം നമുക്ക് വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് അഡ്വാൻസ് സ്റ്റോറേജ് ഫെസിലിറ്റി ഒരുക്കണം. അതിൻ്റെ തുടക്കം ഓണം കഴിയുമ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് ക്രോപ്പ് സീസണിൽ ഇത് പോയി വാങ്ങിച്ച് എടുത്ത് വില കൂടുന്ന സമയത്ത് വിപണിയിലേക്ക് പമ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ സാധനം വാങ്ങാനും പറ്റും. ഇതുപോലെ ഉത്സവകാലങ്ങളോ അല്ലെങ്കിൽ വിപണിയിൽ വില കൂടുന്ന സമയം ആ പ്രൊഡ്യൂസ് കൂടുതൽ ബൾക്കായിട്ട് ഇറക്കുക, ആ ഒരു ആശയം ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല റേറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാൻ കഴിയും. ഇപ്പോൾ ടെൻഡർ ചെയ്യുമ്പോൾ ആ സമയത്തുള്ള റേറ്റ് ആണല്ലോ ഈ സപ്ലൈസ് കോട്ട് ചെയ്തുകൊണ്ട്, അവർക്കപ്പം മാർക്കറ്റിൽ എന്താണ് റേറ്റ് അവൈലബിൾ അവരുടെ ലാഭം നോക്കിയാലും അവർ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് സപ്ലൈകോയ്ക്ക് വീണ്ടും ബേർഡൻ ആവുകയാണ്. സപ്ലൈകോ സെൽഫ് റിലയൻ്റ് ആവണം എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് CM തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് റിലയൻ്റ് ആയിട്ട് വരണം. ഒരു സ്ഥാപനത്തിനെ ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് ഒരു പരിധിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റ്സ് വന്നിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ചെയ്യില്ല എന്നല്ല, നിർബന്ധമായിട്ടും ചെയ്യും. കൊടുക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റിൻ്റെ വാർഷിക അലൊക്കേഷൻ അനുസരിച്ച് ബഡ്ജറ്റ് വിഹിതം നിർബന്ധമായിട്ടും അവർക്കുണ്ടാവും, സപ്ലൈകോയ്ക്കുണ്ടാവും. പക്ഷേ സപ്ലൈകോ സ്വയമായ നിലയിൽ വരാൻ കഴിയണം. ആ രീതിയിൽ വരുമ്പോൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് നേരത്തെ അഡ്വാൻസ് ചെയ്ത് വെച്ച് അത് വിതരണം ചെയ്യാനുള്ള സാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ലാണ് ഇപ്പോൾ ഇവിടെ സംഭരിക്കുക, നമ്മൾ നേരിട്ടാണ് ഇപ്പോൾ സപ്ലൈകോ സംഭരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കർഷകർക്ക് ആ രീതിയിൽ ആശ്വാസം കൊടുക്കാനുള്ള നടപടികൾ എപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊരു അവരുടെ പേയ്മെൻറ്റ് വൈകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയാണ്. അത് പരിഹരിക്കേണ്ട ഒരു വെല്ലുവിളിയുണ്ട്. കാരണം കർഷകരുടെ ഉൽപ്പന്നത്തിന് അവർ നെല്ല് തരുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് പൈസ കൊടുക്കണം അക്കൗണ്ടിൽ. അതിപ്പോൾ സാധിക്കുന്നില്ല, അത് വളരെ കാലതാമസം വരുന്നുണ്ട്.
അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മേഡത്തിലേക്ക് എത്തിയാൽ അനൂപ് സാറിന് ഈ പറയുന്ന പോലെ തിരക്കാണ്. ഇപ്പം തന്നെ സൂചിപ്പിച്ച ഒരുപാട് തിരക്കുകളുണ്ട്. നേരത്തെ MLA ആയിരുന്ന സമയത്ത് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിയായി ആ തിരക്കുകളിലേക്ക് പോയി. വീട്ടിലേക്കുള്ള ഒരു ശ്രദ്ധ, വീട്ടിലെ ഒരു ആഘോഷ പരിപാടികളിൽ അവൈലബിൾ ആകാറുണ്ടോ? അതെ, പ്രധാനപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഒരു നേരമെങ്കിലും ഞങ്ങൾ ഒത്തുകൂടും ആ ദിവസം. ഇപ്പോൾ ഓണാണെങ്കിൽ ഉച്ചയ്ക്ക് കുറേ പരിപാടികളുണ്ടാവും, അതിന് കഴിഞ്ഞ് എന്തായാലും എത്തി ഒരുമിച്ചായിരിക്കും ഓണം സദ്യയൊക്കെ ഉണ്ണുന്നത്. ക്രിസ്മസിനാണെങ്കിലും ആ ഡേ കുറച്ച് സമയം നമുക്കായിട്ട് എപ്പോഴും മാറ്റി വെക്കാറുണ്ട്. കുട്ടികൾക്കും ഈ ഒരു സമയം മതിയാവുന്നുണ്ടോ? എങ്ങനെയാണ് അവർ പറയാറുണ്ടോ, അല്ലെങ്കിൽ പരാതികളായിട്ട് വല്ലതും വരാറുണ്ടോ ഫാമിലി ഇരിക്കല്? ഇല്ല, ഈ പറഞ്ഞ പോലെ അവരും കണ്ട് യൂസ്ഡ് ആയതുകൊണ്ട് പിന്നെ കുട്ടികളെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്തോളും. കൂടെ മേഡം കൂടെ ഉള്ളത് കൊണ്ടൊക്കെ മാനേജ് ചെയ്തു. എല്ലാം മാനേജ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആണ്. വിവാഹം കഴിഞ്ഞ് വന്ന ആ സമയത്തെ ഓണാഘോഷങ്ങൾ അല്ലെങ്കിൽ ആഘോഷവേളകൾക്ക് ശേഷം ഇപ്പോൾ ഒരു വലിയ തിരക്കുള്ള ആഘോഷത്തിലേക്ക് കിടക്കുക. അന്നത്തെ ഒരു ആഘോഷവും ഇപ്പോഴത്തെ ഒരു ആഘോഷവും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും പറയാനുണ്ടാവുക? രണ്ടും നല്ലതാണ്. അന്ന് നമ്മൾ ജീവിതം തുടങ്ങുന്ന സമയമല്ലേ, അപ്പോൾ നമ്മൾ ഫുൾ ടൈം നമുക്കുണ്ടായിരുന്നു. പിന്നീട് തിരക്കായ, പക്ഷേ ഈ പറഞ്ഞ പോലെ തിരക്കുകൾ കണ്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇത്തവണ ഇപ്പം ഓണാഘോഷം മന്ത്രി എന്ന നിലയിൽ എവിടെയാണ് രണ്ടുപേരുടെയും ഓണാഘോഷം? നാട്ടിലാണ് തീരുമാനിച്ചിട്ടില്ല. നാട്ടിൽ ഇന്ന പരിപാടികളുണ്ടാവും, ഞാൻ അങ്ങോട്ട് തന്നെ പോകും, ഇവരും എൻ്റെ കൂടെ വരും. നാട്ടിലെ ഓണാഘോഷം പറഞ്ഞപ്പോഴാണ് വീട്ടിലെ അമ്മ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് എങ്ങനെയാണ്? തറവാട്ടിൽ ഞങ്ങൾ ചെല്ലാറുണ്ട്, എല്ലാവരും ഒത്തുകൂടാനുള്ള സന്ദർഭങ്ങൾ മാക്സിമം ഒരുക്കാറുണ്ട്. പിന്നെ പ്രോഗ്രാംസ് ധാരാളം വരും ഓണത്തിന്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓണാഘോഷം വളരെ വലിയ വിപുലമാണ്. റെസിഡൻറ്റ് അസോസിയേഷൻസ്, ക്ലബ്ബുകൾ, അപ്പോൾ അതിൻ്റെ പരിപാടികൾ ധാരാളം ഉണ്ടാകും. തിരുവോണത്തിൻ്റെ അന്നും ഉണ്ടാവും. അപ്പം ക്ഷണിച്ചാൽ ഞാൻ മാക്സിമം എത്താൻ ശ്രമിക്കും. ചിലതൊന്നും ഓടിയെത്താൻ ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ്റ് കാരണം ചിലപ്പോൾ ഞാൻ ഇപ്പോഴല്ല, നേരത്തെയൊക്കെ ഒഴിവാക്കേണ്ടി വരും. കാരണം ഒരുപാട് പ്രോഗ്രാംസ് വരുന്നല്ല ഒരേ സമയം, ഒരു ശനി ഞായർ വെച്ചായിരിക്കും വരുന്നത്. പിന്നെ തിരുവോണത്തോടനുബന്ധിച്ച് പിന്നെ ചതയത്തിൻ്റെ പരിപാടികൾ ധാരാളം വരും. മാക്സിമം എല്ലാം ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്. ഓണത്തിന് എന്തായാലും കുറച്ച് സമയം അവൈലബിൾ ആവും. അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ എന്തെങ്കിലും വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ, കുടുംബം? ഇല്ല, ഇപ്പോൾ ഓണത്തിനാണ് പ്രധാനമായും സദ്യയാണല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് ആ ഒരു ദിവസം ആ ഇലയിട്ട് കഴിക്കുന്ന ഒരു സന്തോഷം, അത് പിള്ളേർക്കും ഒക്കെ വളരെ ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുകൂടി. മക്കള് രണ്ടുപേരും പഠിക്കുകയാണ്. ഒരാൾ എഞ്ചിനീയറിംഗ്, ഒരാൾ 12ൽ. ഇവിടെ തന്നെയാണ്, ട്രിവാൻഡ്രത്ത് തന്നെ. അതെ അതെ. അപ്പോൾ ഈ നാട്ടിൽ പോയുള്ള ഓണാഘോഷമാണ് പ്രധാനം. കൂടുതലും അങ്ങനെ തന്നെയാണ്. അതിനാണ് സാധ്യതകൾ കൂടുതൽ. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ അതിനെ സംബന്ധിച്ച്. ഓക്കെ, ഈ നാട്ടിലെ ഓണാഘോഷം പറഞ്ഞപ്പോഴാണ്, നേരത്തെ അവിടെയുള്ള ഓണാഘോഷ പരിപാടികൾ പോയിട്ട് എല്ലാവിധ പരിപാടികളും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കൂടി അങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് കൂടുതലാണ് അവിടുത്തെ ഓണാഘോഷങ്ങൾ, അല്ലെങ്കിൽ എല്ലായിടത്തും ഓണാഘോഷങ്ങൾ കൂടുതലാണ്, എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല. നേരത്തെ നേരിട്ട് നടത്തിയിരുന്ന ഓണാഘോഷം അല്ലെങ്കിൽ സംഘടിപ്പിച്ചിരുന്ന ഓണാഘോഷ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? അത് ധാരാളമുണ്ട്, ഒരുപാടുണ്ടാകും. സ്വാഭാവികം സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലാതെയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ബേസിസിലൊക്കെ യൂത്ത് ഫ്രണ്ടിൻ്റെ യുവജന സംഘടനാ ആഭിമുഖ്യത്തിലൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ ധാരാളം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു സ്വഭാവവും രീതികളിലും ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭങ്ങളാണ്. ഈ ഓണ ആഘോഷങ്ങൾക്ക് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? മുമ്പത്തെ ഓണ ആഘോഷങ്ങളേക്കാൾ കൂടുതൽ ഇപ്പോഴായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളറ് മാറി എന്ന് തോന്നുന്ന അത്തരത്തിൽ എന്തെങ്കിലും വ്യത്യാസം? പല തലമുറകൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓണം സംഘടിപ്പിച്ച ഒരു ഓണത്തിൻ്റെ നമ്മൾ നോക്കിക്കഴിയുമ്പം ഇടക്കാലത്ത് ടി വികളിലൂടെ മാത്രം നമ്മൾ കൺഫൈൻഡ് ആയിരുന്നു. സ്വീകരണമുറിയിൽ ഓണം ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് മലയാളി വന്നു. പ്രത്യേകിച്ച് ചാനലുകളൊക്കെ തുടങ്ങിയ 90s സമയത്ത് പല ഓണപരിപാടികളൊക്കെ അതായിരുന്നു ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പിന്നെ നമ്മുടെ റെസിഡൻറ്റ് അസോസിയേഷൻസും ഒപ്പം തന്നെ പ്രാദേശിക ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളൊക്കെ വളരെ ആക്റ്റീവാണ്. കഴിഞ്ഞൊരു 15-18 വർഷം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അവർ ആക്റ്റീവായുടെ ഫുൾ പ്രോഗ്രാംസ് ഇവൻറ്റ്സും വന്നു തുടങ്ങി പലതരത്തിലും. എനിക്കിപ്പോൾ ഒരു MLA നിലയിൽ പലപ്പോഴും പറയാൻ കഴിയും, അനുഭവപ്പെടുന്ന ഒന്നാണല്ലോ. നമുക്ക് ഈ വർഷം ഉള്ളതിനേക്കാൾ ഇരട്ടി പ്രോഗ്രാംസ്. അപ്പോൾ അത്രയും പ്രോഗ്രാംസ് നാട്ടിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ഗ്രാമവീഥികൾ നടക്കുന്നുണ്ട്. ഗ്രാമങ്ങളുള്ള സജീവമാണ്. നേരത്തെ പലപ്പോഴും ഓണം എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പ്രധാന നഗരങ്ങളിൽ വന്ന് ലൈറ്റ് ഇതൊക്കെ കണ്ടങ്ങ് പോകുന്ന. പക്ഷേ ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വിവിധ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഓണത്തോടനുബന്ധിച്ച് ഓണം വളരെ ആക്റ്റീവാണ്.
അത് തന്നെയാണ്. പഴയ ഓണത്തിലേക്ക് പോവുകയാണെങ്കിൽ അച്ഛനുണ്ടായിരുന്ന കാലത്ത് അല്ലെങ്കിൽ ആ സമയത്തെ ഓണാഘോഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഓർമ്മ എന്താണ്? അത് കുറച്ചുകൂടെ വേറെ രീതിയിൽ ഈ പറഞ്ഞ പോലെ അന്ന് എൻ്റെ കൊച്ചുനാൾ പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയും കാര്യങ്ങളും ഒന്നും ഉള്ള സമയമല്ലോ നമ്മുടെ 80s ഒക്കെ. നമുക്ക് വേറെ ഒന്നുമില്ല, നിർബന്ധമായിട്ടും ഇത് തന്നെയാണ്. ഇവിടെ യാത്ര പോവുക, പരിപാടി എടുക്കുക, പിന്നെ നാട്ടിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നാട്ടിലുണ്ടാവും. വലിയ മൈക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ആഘോഷ പരിപാടികളും ഒക്കെ, ചെറിയ ചെറിയ വടംവലി മത്സരങ്ങൾ, അതും ഇതും അങ്ങനെയുള്ള സുന്ദരിക്ക് പൊട്ടുകൂത്ത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ ഓർക്കുക. പക്ഷെ അതിൻ്റേതായൊരു രസം വന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ ഭംഗിയുണ്ട്. അന്നത്തെ ഇപ്പോൾ നമ്മൾ പഴയ കാലഘട്ടമാണ് ഏറ്റവും സുന്ദരം എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിന് അതിൻ്റേതായ ഭംഗിയും അർത്ഥമുണ്ട്. അന്നത്തെ കാലത്തിന് ഓരോ തലമുറകൾ മാറുമ്പോൾ അതിൻ്റേതായ വ്യത്യസ്തതയും ആ വ്യത്യസ്തതകൾക്ക് അതിൻ്റേതായ സൗന്ദര്യമുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും തിരക്കിലേക്ക് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തിരക്കുകൾ വീണ്ടും ഇപ്പോഴും അത് അതിൻ്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ ഒന്ന് ഇപ്പോൾ വിലയിരുത്താൻ കഴിയും? സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതിന് ശേഷം അത് ഉത്തരവാദിത്വം വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഉത്തരവാദിത്വം ഉണ്ടാകും ഏത് ഫീൽഡിൽ നിൽക്കുമ്പോഴും. ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സ്, അത് നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ നന്നായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ആ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ഐ എം ട്രൈങ് ഫോർ ദാറ്റ്. നാട്ടിൽ ആരൊക്കെയുണ്ട്? എങ്ങനെയാണ് ഓണത്തിൻ്റെ ഒരു ചുറ്റുവട്ടം എങ്ങനെയായിരിക്കും? ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഇപ്പം റെഡി ആയിട്ടുണ്ടാവുമല്ലോ. ഓണത്തിൻ്റെ എല്ലാം ഒരു സജീവമായ നിലയിൽ തന്നെയാണ്. അതൊരു പ്ലാൻ ചെയ്യണം. എല്ലാവരും കൂടാനുള്ള തറവാട്ടിൽ തന്നെയാണ്. ഞാൻ അവിടെ തന്നെ ഞാൻ താമസിക്കുന്ന അവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവണം. എല്ലാവരും ഒക്കെ വരുമ്പോഴുള്ള ഒരു സന്തോഷവും ഷെയറിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങ് പോകും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് സമയം ലഭിക്കുന്നതിന് ഇറ്റ്സ് എ പ്രഷ്യസ് ടൈം. നമുക്ക് ആ ഒരു സമയം പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് കൂടുന്നതിനേക്കാൾ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഒരുമിക്കുന്നതിനൊരു പ്രത്യേക മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന അവസരമാണ്. മനസ്സിന് സന്തോഷം കിട്ടുന്ന മറ്റ് എന്തൊക്കെ വിനോദങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ സിനിമ കാണാൻ പോകും, ജിമ്മിൽ പോകും, വർക്കൗട്ട് ചെയ്യും. അത് മനസ്സിന് സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ അത് സന്തോഷം തന്നെയാണ്. ഞാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ എപ്പോഴും രാവിലെ നടക്കാനോ ഇതിലൊക്കെ സമയം നേരത്തെ പോകുമായിരുന്നു അതോ ഇപ്പം? വളരെ നേരത്തെ മുതൽ ഞാൻ പോയായിരുന്നു. ഞാൻ രാവിലെ നടക്കും, ഇടയ്ക്ക് യോഗ ചെയ്യുമായിരുന്നു, വർക്കൗട്ട് ചെയ്യാൻ നോക്കും. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യും. നേരത്തെ സൈക്കിൾ ഔട്ടുമായിരുന്നു, ഇപ്പോഴും സൈക്കിൾ ഔട്ട് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യും. അതെല്ലാം ചെയ്യാറുണ്ട്. കവിതകളൊരു ആണെന്ന് കേട്ടിട്ടുണ്ട്. കവിതകൾ പാടിത്തരാറുണ്ടോ? കവിത എഴുതി തന്നിട്ടുണ്ട് വളരെ പണ്ട്, പഴയ കവിത. അതൊക്കെ നോട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കുറിച്ചിടുമെന്ന് ചോദിച്ചാൽ കവിത ആലപിക്കാനോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയിട്ടില്ല, പ്രസിദ്ധീകരിക്കാനും പോയിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ എഴുതി വെക്കാറുണ്ട്. എൻ്റേതായ ഒരു പേഴ്സണൽ സന്തോഷത്തിനോ അല്ലെങ്കിൽ താല്പര്യത്തിനോ എഴുതി സ്വകാര്യ ശേഖരമായിട്ട് വെക്കാം. അത്രേ. മാമിനും കൊടുക്കാറുണ്ട്? ഇപ്പോഴൊന്നും കൊടുക്കാറില്ല. അന്ന് കൊടുത്ത കവിതയുടെ 4 വരികൾ ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്നും ഓർക്കാൻ സാധ്യതയില്ല. ഇല്ല അല്ലേ? ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു കവി അല്ലെങ്കിൽ ഇന്നാരെ ഇഷ്ടമാണ്, അത് ഇന്നാരുടെ കവിതകൾ ഇഷ്ടമാണ്? റൈറ്റിങ്സ് ഒക്കെ വന്നാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വായിക്കാറുണ്ട്. പിന്നെ വായിക്കാനുള്ള സമയം മാക്സിമം നോക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ യാത്രകളുടെയൊക്കെ ടൈം കിട്ടാൻ നോക്കും. പക്ഷേ സുഖമായിട്ട് ഇപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ അതിനോട് ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നാൽ ഏറ്റവും ബെറ്ററാണ്. പുസ്തകങ്ങൾ വായിക്കുന്ന എപ്പോഴും നല്ലൊരു അനുഭവം തന്നെയാണ്. ഞാൻ ഈ പൊതുപ്രവർത്തക എന്ന നിലയിൽ പലപ്പോഴും ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സ്കീം ഇപ്പോൾ വന്നു കഴിഞ്ഞ് കുറച്ച് നാളായുള്ളൂ, ഏതാനും വർഷങ്ങളായുള്ളൂ. അപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഞാനത് അവെയിൽ ചെയ്തു. ഒരു ചെറിയ എമൗണ്ട്, ഒരു 3 lakhs 4 lakhs റുപ്പീസിന് പുസ്തകങ്ങൾ വാങ്ങിച്ച് ലൈബ്രറികൾ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയും ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്? റോഡ് പണിയുന്നതോ പാലം പണിയുന്നതോ 8 നില കെട്ടിടം പണിയുന്നതിനേക്കാൾ പുസ്തകത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ചെറിയ എമൗണ്ട് പോലും അത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. കാരണം അത് തലമുറകളിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അറിവിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് ഫോർ ജനറേഷൻസ്, ഓരോ തലമുറകൾക്കുള്ള അത് MLA എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയ അവസരങ്ങളിലൊന്ന് അത് തന്നെയാണ്. പുസ്തകങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്യാനുള്ള അവസരങ്ങൾ വന്നപ്പോൾ. ഒപ്പം തന്നെ ഒരു പുസ്തകം നമുക്ക് ഒരു ചിലപ്പോൾ ഒരു സ്റ്റേജിൽ സ്വാഗതത്തിന് ഇപ്പോൾ പുസ്തകങ്ങൾ തരുന്ന ഒരു ശൈലിയുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ അറിവിനെ പകർന്നു കൊടുക്കാൻ കഴിയുക. ഈ അനൂപിൻ്റെ ഒരു ക്വാളിറ്റി പെട്ടെന്ന് പറയാമെങ്കിൽ എന്തായിരിക്കും മാമിന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പറയാൻ കഴിയുന്ന ക്വാളിറ്റി? വർക്കിലാണെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആണ്, വീട്ടിലാണെങ്കിൽ പേഷ്യൻസ് ആണ്. വളരെ സമാധാനവും വളരെ പേഷ്യൻ്റ് ആണ് ആൾ എല്ലാ കാര്യങ്ങൾക്കും. ആ സമാധാനത്തിൻ്റെ എന്താണ് അതിൻ്റെ രഹസ്യം എന്നൊന്ന് പറയാം? എനിക്ക് പറ്റാറില്ല. സ്വഭാവത്തിൻ്റെ വരും. ഈ സമാധാനം എന്ന് പറഞ്ഞപ്പോഴാണ് മാമിൽ സാറ് കാണുന്ന ഒരു ഗുണം എന്താണ്? പെട്ടെന്ന് എല്ലാം വളരെ കാര്യങ്ങൾ ഏറ്റെടുത്തങ്ങ് ചെയ്യും. എന്താ ഒരു വീട്ടിലൊരു മാറ്ററോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ഇപ്പോൾ നമുക്ക് ഫാമിലി കൃത്യമായി റൺ ചെയ്യാൻ കഴിയുന്നത്. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ അനിലേക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഓണം ഏത് കളറാകട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ ഓണാശംസകളും. താങ്ക് യു വെരി മച്ച്.